പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഫീൽഡിൽ കരിയർ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ, എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണിത്. കാരണം ഈ ഒരു ഫീൽഡ് പ്രതിസന്ധിയിലാണ്. വളരെ കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കൂട്ടുകാരാണ് പല മേഖലയിലും പല കാര്യങ്ങളിലും. ഈ ടോപ്പിക്കിലുള്ള ഡിസ്കഷൻ അല്പം ലെങ്തിയാണ്. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ പാർട്ടാണ്. ഇതിൻ്റെ പാർട്ട് 2 ഈ എപ്പിസോഡിന് ശേഷം ഫോളോ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. അലൈഡ് ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കരിയർ മേഖലയാണ്. ജോലി സാന്നിധ്യമാണ്. ഒരു ഡോക്ടർ പേഷ്യൻറ്റിന് ആവശ്യമായ സൊല്യൂഷൻസ് നൽകുന്നു. നഴ്സുമാർ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, ഓരോ കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ ലീഡ് ചെയ്യാൻ തീർച്ചയായും ആവശ്യമായിട്ടുള്ളത് പല രീതിയിലുള്ള പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് മേഖലകളാണ്. അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, കരിയർ പടുത്തുയർത്തുക എന്നൊക്കെയുള്ളത് വലിയ കാര്യം തന്നെയാണ്. നിർഭാഗ്യവശാൽ ആ ഒരു ഫീൽഡ്, ആ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ്, ആ ഒരു കരിയർ മേഖല വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ചോയ്സ് ഫോർ യുവർ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പൊതുവെ വലിയൊരു കംപ്ലൈൻ്റ് ആണ്. എപ്പിസോഡ് വളരെ സ്ലോ ആണ്, സംസാരിക്കുന്നത് മെല്ലെയാണ്. അതുകൊണ്ട് തന്നെ 1x സ്പീഡിന് പകരം 1.5, 2, 4, 3 അങ്ങനെയൊക്കെ സ്പീഡ് കൂട്ടി നോക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ എക്സ്ട്രാ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് നിർത്താം. അതിന്റെ എക്സ്പ്ലനേഷൻ തുടരുന്നതാണ്. പക്ഷെ നിങ്ങൾ അത്രയും തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ ഈ 6 കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്ഥലം കാലിയാക്കാവുന്നതാണ്. ആദ്യത്തേതാണ്, ഇന്ത്യയിൽ ഒരു യൂണിഫോമായ ലേണിംഗ്, ടീച്ചിങ് അല്ലെങ്കിൽ ഡെലിവറി പ്രാക്ടീസസ്, അതായത് പാരാമെഡിക്കൽ കോഴ്സുകളിൽ 56 കോഴ്സുകളുണ്ട്. ഏതൊക്കെയാണവ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സുകൾ ഇന്ത്യയിൽ മൊത്തമായി നടത്തുന്നത് ഒരു യൂണിഫോം വേയിലല്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ യൂണിഫോം പാറ്റേൺ ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകളുടെ ഡെലിവറിയിൽ നേരിടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ്, ഈ ഒരു നോൺ യൂണിഫോമിറ്റി വരാൻ കാരണം സെൻട്രൽ ബോഡി, അതായത് ഒരു സെൻട്രൽ റെഗുലേറ്ററി ബോഡി ഇന്ത്യയുടെ സിസ്റ്റത്തിലില്ല ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് എന്നുള്ളത്. ഇതാണ് ശരിക്കും ഈ പ്രശ്നത്തെ വളരെ രൂക്ഷമാക്കിയത്. സോ സെൻട്രൽ ബോഡി ഒരു റെഗുലേറ്ററി തലത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ അഫിലിയേറ്റ് ചെയ്ത് സ്റ്റേറ്റ് ബോഡീസും ഇല്ല. സോ ആ രീതിയിലുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല എന്ന കാര്യമാണ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർത്തത്. ഇനി മൂന്നാമത്തെ കാര്യമാണ്, സെൻട്രൽ ബോഡി ഇല്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇൻക്ലൂഡിങ് കേരള അവർക്ക് പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ഒരു റെഗുലേറ്ററി കൗൺസിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ അവരുടെ അംഗീകാരം തീർച്ചയായും ബാച്ചിലേഴ്സ് കോഴ്സ് നേടാവുന്നതാണ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ അലൈഡ് ഹെൽത്ത് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് എന്നുള്ളത്. നാലാമത്തെ കാര്യമാണ്, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള കോഴ്സുകളാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഫിസിയോതെറാപ്പി, അനസ്തേഷ്യ ടെക്നോളജി, ന്യൂട്രീഷൻ, ഡയറ്റീഷ്യൻ റിലേറ്റഡ് കോഴ്സുകൾ വരെ, OT അടക്കം വരുന്ന കോഴ്സുകളും ഒപ്റ്റോമെട്രി പോലുള്ള സബ്ജക്റ്റുകളും പറഞ്ഞ കാര്യങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം. ചില സംസ്ഥാനങ്ങളിൽ 3 വർഷം വരുന്നു ഡിഗ്രി കോഴ്സുകൾ. കേരളം അടങ്ങുന്ന കുറച്ച് സംസ്ഥാനങ്ങളിൽ 4 വർഷം വരുന്നു ഈ കോഴ്സിന്റെ ദൈർഘ്യം. ഇവിടെ ആണ് കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ള 4 വർഷത്തെ കോഴ്സിനേക്കാളും 3 വർഷത്തിന്റെ കോഴ്സ് എങ്ങനെ ആഡപ്പ് ചെയ്യും എന്ന് വരുന്ന കൺഫ്യൂഷനിലാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അഞ്ചാമത്തെ കാര്യമാണ്, ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. അതായത് കേരളത്തിലെ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. കാരണം ഓൾറെഡി പറഞ്ഞിരുന്നു, ദൈർഘ്യത്തിന്റെ പ്രശ്നമാണ്. 4 വർഷം കൊണ്ട് നൽകുന്ന UG പ്രോഗ്രാം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ 3 വർഷമുള്ള ആ കോഴ്സിന് എങ്ങനെ ഇക്വാലൻസി കൊടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ആറാമത്തെ കാര്യം, ഫോറിൻ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസിലെ പറഞ്ഞ 56 വിഭാഗങ്ങളിൽ പഠിച്ച കൂട്ടുകാർക്ക് ജോലി നൽകാൻ സാധ്യത വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ വരുന്നതിന് പകരം ഫിലിപ്പൈൻസ് അല്ലെങ്കിൽ സുഡാൻ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റും ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാനാണ് ഈ രാജ്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സാധ്യത
ഇല്ലാതായി പോയിരിക്കുന്നു എന്ന കാര്യം ദുഃഖത്തോടു കൂടി തന്നെ അംഗീകരിക്കേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് 6 പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കുട്ടികൾ, കൂട്ടുകാർ, വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കാൻ പോകുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് പാർട്ട് 1ലുള്ള നമ്മുടെ ഡിസ്കഷൻ. എന്തുകൊണ്ട് പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് എഡ്യൂക്കേഷൻ കരിയർ മേഖല ഇന്ത്യയിൽ പ്രതിസന്ധിയിൽ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും രേഖപ്പെടുത്തുക. ഇതിൻ്റെ പാർട്ട് കൂടി കാണാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.